Hi everyone, welcome to Neo Home Tuitions. So welcome back all. And what about you? How are you all? Yes, what's up? Yeah, fine. Good. Okay. Okay then. And so we can move on to the topic, is it? We were discussing on the important questions, and we had discussed almost 5 to 6 questions, is it? And on the last class, I had given you a homework, and I hope that you all had done that, is it? Okay. Yes. Okay, okay. So most of you hadn't got the answer of that question, is it? Okay, then we will explain it in the class, okay. So the question is that if sine alpha is equal to 1 by root 2 and cot beta equal to root 3, then find the value of cosec alpha plus cosec beta. ഇതൊരു 3 marks question ആയിരുന്നു and it was a question from 2023 question paper അല്ലേ? Okay then. ഇതില് എന്താണ് ഞാൻ പറഞ്ഞിരുന്നു ആൽഫയുടെ ബീറ്റയുടെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം അല്ലാതെയും ചെയ്യാം ഓക്കെ സോ ആൽഫയുടെ ബീറ്റയുടെ വാല്യൂ കണ്ടുപിടിച്ച് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്തവരുണ്ടോ ഓക്കെ അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്താന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻവേഴ്സ് വരും ഇൻവേഴ്സസ് ഒക്കെ നമ്മളോട് അപ്ലൈ ചെയ്യേണ്ടി വരും അല്ലേ ഓക്കെ ഓക്കെ അപ്പോൾ അതല്ലാതെ വി ആർ ഹാവിങ് ആൻ ഓൾട്ടർനേറ്റീവ് മെത്തേഡ് ഓക്കെ സോ വി കൻ ജസ്റ്റ് ഓപ്റ്റ് ദാറ്റ് മെത്തേഡ് ആൻഡ് അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പൊ നമുക്ക് തന്നിട്ടുള്ള രണ്ട് ഹിന്റ് എന്ന് പറയുന്നത് എന്താണ് സൈൻ ആൽഫ ഇസ് ഈക്വൽ ടു 1 ബൈ റൂട്ട് 2 ആൻഡ് കോട്ട് ബീറ്റ ഈക്വൽ ടു റൂട്ട് 3 അല്ലേ സോ ഈ രണ്ട് ഹിന്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യാൻ പോകുന്നത് ഓക്കെ ഹിയർ സൈൻ ആൽഫ 1 ബൈ റൂട്ട് 2 തന്നിട്ടുണ്ട് കോട്ട് ബീറ്റ എന്ന് പറയുന്നത് റൂട്ട് 3 തന്നിട്ടുണ്ട് സോ നമുക്ക് ഇത് വെച്ചിട്ട് എന്ത് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ പഠിച്ച പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ഐഡന്റിറ്റീസ് ആണ് ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് സോ തന്നിട്ടുള്ളത് സൈൻ ആൽഫയും കോട്ട് ബീറ്റയാണ് ആണല്ലോ സോ സൈൻ ആൽഫനെയും കോട്ട് ബീറ്റനെയും കണക്ട് ചെയ്യുന്ന എന്തെങ്കിലും പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ഐഡന്റിറ്റീസ് പഠിച്ചിട്ടുണ്ടോ എന്ന് ആലോചിച്ച് നോക്കുക ഫസ്റ്റ് ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ് ഓക്കെ ഇല്ല അല്ലെ സൈൻ ആൽഫയും കോട്ട് ബീറ്റയും അങ്ങനെ സൈൻ ആൻഡ് കോട്ട് എന്ന് പറഞ്ഞിട്ട് ആൽഫ ബീറ്റ നോക്കണ്ട സൈൻ ആൻഡ് കോട്ട് വെച്ചിട്ട് കണക്ട് ചെയ്യുന്ന ഐഡന്റിറ്റീസ് നിങ്ങൾ പഠിച്ചിട്ടില്ല അപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത് നമ്മൾ ചെറിയൊരു ചേഞ്ച് കൊണ്ടുവരണം ഈ പ്രോബ്ലത്തിന് ഓക്കെ എന്താ കൊണ്ടുവരുന്നതെന്ന് വെച്ചാൽ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് വി നോ ദാറ്റ് cosec alpha is equal to 1 by sin alpha അറിയാവുന്ന കേസല്ലേ മീൻസ് സൈനിന്റെ റെസിപ്രോക്കൽ ആണ് കൊസീക് എന്ന് പറയുന്നത് നമുക്ക് അറിയാം അല്ലെ സോ അത് അപ്ലൈ ചെയ്യാൻ പോകണം അപ്പൊ കൊസീക് ആൽഫ ഇസ് ഈക്വൽ ടു 1 ബൈ സൈൻ ആൽഫ എന്താണെന്ന് തന്നിട്ടുണ്ട് 1 ബൈ റൂട്ട് 2 ആണെന്ന് തന്നിട്ടുണ്ട് സോ ഇതിന്റെ റെസിപ്രോക്കൽ 1 ബൈ റൂട്ട് 2ന്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ എന്താ വരുന്നത് റൂട്ട് 2 അപ്പൊ നമുക്ക് റൂട്ട് 2 എന്ന് പറഞ്ഞിട്ട് കിട്ടി ക്ലിയർ ആണല്ലോ ഇനി റെസിപ്രോക്കൽ എന്താണെന്ന് അറിയാത്തവരുണ്ടോ ഇല്ല അല്ലെ ഓക്കെ യു ആർ ബ്രില്യന്റ് ഐ നോ ദാറ്റ് ഓക്കെ സോ റൂട്ട് 2 ആണെന്ന് കിട്ടി ഇനി നോക്കാം കൊസീക് ആൽഫനെയും കോട്ട് ആൽഫനെയും കണക്ട് ചെയ്യുന്ന എന്തെങ്കിലും ഐഡന്റിറ്റീസ് ഉണ്ടോ നോക്കാം ഉണ്ടോ യെസ് ഉണ്ട് അല്ലേ 1 പ്ലസ് കോട്ട് സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു കൊസീക് സ്ക്വയർ തീറ്റ ഓക്കെ തീറ്റന്റെ പകരമാണ് ബീറ്റ ആണ് തന്നിട്ടുള്ളത് സോ 1 പ്ലസ് കോട്ട് സ്ക്വയർ ബീറ്റ ഇസ് ഈക്വൽ ടു കൊസീക് സ്ക്വയർ ബീറ്റ എന്ന് പറയുന്ന ഒരു ഐഡന്റിറ്റി നമുക്കുണ്ട് അല്ലേ അപ്പോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കൊസീക് എന്ന് പറയുന്ന ടേം ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് മനസ്സിലായല്ലോ ഐ തിങ്ക് യു ഗോട്ട് ദ ഐഡിയ ഓർ യു ഗോട്ട് ദ റീസൺ വൈ വി ഹാഡ് ഇൻട്രൊഡ്യൂസ് ദ ടേം കൊസീക് അതിനു വേണ്ടി മാത്രമാണ് കാരണം സൈനും കോട്ടും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ നമ്മൾ ചെക്ക് ചെയ്തു അപ്പോൾ അവർ തമ്മിൽ വരുന്ന ഒരു പ്രോപ്പർട്ടീസോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല അപ്പൊ പക്ഷെ കോട്ടുമായിട്ട് വരുന്ന ഒരേ ഒരു പ്രോപ്പർട്ടി കോട്ടിന്റെ ഒരു പ്രോപ്പർട്ടിന്റെ ഐഡന്റിറ്റി നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇല്ലേ അപ്പൊ കോട്ടിന്റെ ഒരു പ്രോപ്പർട്ടി നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അതെന്ന് പറയുന്നത് കൊസീക്കിനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് അല്ലെ അപ്പൊ നമ്മൾ സൈനിനെ കൊസീക്കുമായിട്ട് എങ്ങനെയെങ്കിലും റിലേറ്റ് ചെയ്യാൻ നോക്കി അപ്പൊ റിലേഷൻ ഉണ്ട് അവർ തമ്മിൽ അപ്പൊ ആ കൊസീക്കിന് നമ്മൾ സൈൻ വെച്ചിട്ട് കണ്ടുപിടിച്ചു എന്നിട്ട് ആ ഐഡന്റിറ്റിയിൽ അപ്ലൈ ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത് ഐ തിങ്ക് യു ഗോട്ട് ദ കൺസെപ്റ്റ് ഓക്കെ ഓക്കെ ഇങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ തിങ്ക് ചെയ്യേണ്ട വേ എന്ന് പറയുന്നത് ഓക്കെ യു ഹാവ് ടു തിങ്ക് ഇൻ ഡിഫറെന്റ് വേസ് കഴിഞ്ഞ പ്രോബ്ലം ഈ മെത്തേഡിലാണ് ചെയ്തത് അപ്പൊ ആ മെത്തേഡ് തന്നെ ഇതിൽ അപ്ലൈ ചെയ്യണം എന്നൊന്നുമില്ല കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി ചിന്തിക്കാം ഓക്കെ
Okay then. So 1 plus cot square beta is equal to cosec square beta എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി നമുക്കുണ്ട്. സോ അതിൽ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകണം. ഓക്കെ, അപ്പോൾ അതിൽ 1 പ്ലസ് കോട്ട് സ്ക്വയർ ബീറ്റ, അപ്പോൾ 1 പ്ലസ് കോട്ട് ബീറ്റ എന്താണെന്ന് തന്നിട്ടുണ്ട് നമുക്ക്. കോട്ട് ബീറ്റ എന്താണെന്ന് തന്നിട്ടുണ്ട്, √3 അല്ലെ. അപ്പൊ 1 പ്ലസ് √3 ദ ഹോൾ സ്ക്വയർ, അതാണ് ഞാൻ ഇവിടെ സൈഡിൽ എഴുതിയിരിക്കുന്ന ആ ഒരു സ്റ്റെപ്പ്. 1 പ്ലസ് √3 ദ ഹോൾ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു 1 പ്ലസ് 3 വിച്ച് ഈസ് ഈക്വൽ ടു 4. അപ്പൊ നമുക്ക് RHS എന്ന് പറയുന്നത് എന്ത് കിട്ടും, 4 ആണെന്ന് കിട്ടും. സോ ഈ സ്റ്റെപ്പിൽ നിന്ന് നമുക്ക് 1 പ്ലസ് കോട്ട് സ്ക്വയർ ബീറ്റ ഇസ് ഈക്വൽ ടു കൊസീക് സ്ക്വയർ ബീറ്റ എന്ന് പറയുന്ന സ്റ്റെപ്പിൽ നിന്ന് 1 പ്ലസ് കോട്ട് സ്ക്വയർ ബീറ്റ നമ്മൾ സോൾവ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്നത് എന്താണ്, 4 ആണ്. സോ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്ത് എഴുതാം, വിച്ച് ഇംപ്ലൈസ് കൊസീക് സ്ക്വയർ ബീറ്റ ഈക്വൽ ടു 4 എന്ന് പറഞ്ഞിട്ട് എഴുതാം. കൊസീക് സ്ക്വയർ ബീറ്റ 4 ആണെങ്കിൽ കൊസീക് ബീറ്റ എന്തായിരിക്കും, യെസ് √4 വിച്ച് ഈസ് ഈക്വൽ ടു 2 അല്ലെ. അപ്പൊ കൊസീക് ബീറ്റ 2 ആണെന്ന് കിട്ടി നമുക്ക്. ഇനി ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്, കൊസീക് ആൽഫ പ്ലസ് കോട്ട് ബീറ്റയുടെ വാല്യൂ ആണ് അല്ലെ. അതും ഒരു റീസൺ ആണ്, നമ്മൾ കൊസീക് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു റീസൺ ആണ് കേട്ടോ. കാരണം നമുക്ക് കൊസീക്കിന്റെ വാല്യൂസ് ആണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. അതും ഒരു റീസൺ ആണ് കൊസീക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ. അപ്പൊ രണ്ട് റീസൺ ഉണ്ട് ഇവിടെ നമ്മൾ കൊസീക് എന്ന് പറയുന്ന ടേം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒന്ന് കോട്ടുമായിട്ട് കണക്ട് ചെയ്യുന്ന, കോട്ടിന്റെ ഒരു ഐഡന്റിറ്റി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കോട്ടുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ടേം ആണ് കൊസീക്. അതേപോലെ തന്നെ ക്വസ്റ്റ്യനിൽ നമുക്ക് ചോദിച്ചിരിക്കുന്നത് എന്താണ്, കൊസീക് ആണ്. ഐ തിങ്ക് യു ഗോട്ട് ദ ഐഡിയ. ഓക്കെ then. അപ്പൊ കോട്ട് ബീറ്റ, അപ്പൊ നമുക്കിവിടെ കൊസീക് ബീറ്റ എന്ന് പറയുന്നത് എന്താണെന്ന് കിട്ടി, 2 ആണെന്ന് കിട്ടി. കൊസീക് ആൽഫ നമ്മളിവിടെ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, എന്താണ്, √2 എന്ന്. സോ കൊസീക് ആൽഫ പ്ലസ് കൊസീക് ബീറ്റ എന്ന് പറയുന്നത് എന്താണെന്ന് കിട്ടും, കൊസീക് ആൽഫ എന്ന് പറയുന്നത് √2 ആണ് ആൻഡ് കൊസീക് ബീറ്റ എന്ന് പറയുന്നത് 2 എന്ന് പറഞ്ഞിട്ട് കിട്ടി. സോ ദ ഫൈനൽ ആൻസർ ഈസ് √2 പ്ലസ് 2. ഇത്രേ ഉള്ളൂ. യെസ്, ഇതിനെ പ്ലസ് ചെയ്യാൻ പറ്റുമോ, ആരും 4 എന്ന് എഴുതി വെക്കരുത്, അല്ലെങ്കിൽ 2√2 എന്ന് എഴുതി വെക്കരുത് കേട്ടോ. √2 പ്ലസ് 2 ആണ്. സോ ഒന്ന് റൂട്ടിന്റെ ടേമിലും ഒന്ന് നോർമൽ ടേം ആണ്. സോ അതൊന്നും ചെയ്യാനില്ല, യു ജസ്റ്റ് ലീവ് ഇറ്റ് ലൈക്ക് ദാറ്റ്. ദിസ് ഈസ് ദ ഫൈനൽ ആൻസർ. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ദ ഫൈനൽ ആൻസർ ആൻഡ് ഐ ഹോപ്പ് ദാറ്റ് യു ആർ ക്ലിയർ വിത്ത് ഇറ്റ്. We can move on to the next question. Okay then. Okay, the next question എന്ന് പറയുന്നത് prove that the following identities. അതായത് നമുക്ക് തന്നിട്ടുണ്ട് ഒരു ഐഡന്റിറ്റീസ് ആൻഡ് ദിസ് ഈസ് എ ക്വസ്റ്റ്യൻ ആസ്ക്ഡ് ഇൻ 2023 ക്വസ്റ്റ്യൻ പേപ്പർ ഫോർ 3 മാർക്സ്. ഓക്കെ, 3 മാർക്സിന് അപ്പൊ ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത് ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു ഈ ചാപ്റ്ററിന്. ഓക്കെ, അപ്പൊ 3 മാർക്സിന് നമുക്ക് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഇതിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, sec a into 1 plus sin a into sec a minus tan a equal to 1. ഇത് നമ്മൾ എന്ത് ചെയ്യണം, പ്രൂവ് ചെയ്യേണ്ട കാര്യമാണ്. അതായത് LHS ഈക്വൽ ടു RHS ആണെന്ന് പ്രൂവ് ചെയ്യണം. നമ്മൾ ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. ആ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് either you can begin from the RHS side and prove the LHS. Otherwise you can just start from the LHS side and prove that it is equal to the RHS. അപ്പൊ ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്താൽ മതി. ബട്ട് ഇവിടെ RHS എന്ന് പറയുന്നത് എന്താണ്, 1 ആണ്. 1ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്കിപ്പോ LHS പ്രൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ. ആണ്. 1 വെച്ച് എന്ത് സിംപ്ലിഫൈ ചെയ്യാനാ, 1ന് ഒന്നും ചെയ്യാനില്ല. അപ്പൊ നമ്മൾ ഒബ്വിയസ്ലി നമ്മൾ എന്ത് ചെയ്യും, LHS സ്റ്റാർട്ട് ചെയ്യും. വേറെ ഇപ്പൊ ഫോർ സപ്പോസ് 1ന് പകരം വേറെ ഇതുപോലത്തെ LHSലെ പോലത്തെ ഏതെങ്കിലും ഒരു ടേംസ് ഒക്കെയാണ് തന്നിട്ടുള്ളതെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും തുടങ്ങിയിട്ട് എങ്ങനെയാണ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഒന്ന് ഫസ്റ്റ് we can just begin with the LHS and prove RHS, or either we can just begin with the RHS and prove LHS. പക്ഷെ ഇവിടെ ക്ലിയർലി RHS പാർട്ട് 1 ആയതുകൊണ്ട് നമുക്ക് കൺഫ്യൂഷൻസ് ഒന്നും വേണ്ട. LHS പാർട്ടിൽ നിന്ന് തുടങ്ങിയാൽ മതി. LHS പാർട്ട് പ്രൂവ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് ആൻഡ് വി ഹാവ് ടു ഷോ ദാറ്റ് ഇറ്റ് ഈസ് ഈക്വൽ ടു 1. ദാറ്റ് ഈസ് ദ RHS പാർട്ട്. 3 മാർക്സിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അത്യാവശ്യം കുറച്ച് സ്റ്റെപ്സ് വേണ്ടി വരും. ഒരു 5 to 6 സ്റ്റെപ്സ് എങ്കിലും നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ട് ഉണ്ടാവും. സോ എന്തൊക്കെ ചെയ്യാം നമുക്ക് ഇവിടെ, എന്തൊക്കെ ഐഡിയാസ് ആണ് ഓർമ്മ വരുന്നത് ഇത് കാണുമ്പോൾ? ഒന്നും ഓർമ്മ വരുന്നില്ല എന്ന് മാത്രം പറയരുത് കേട്ടോ. ഓക്കെ then. Okay, multiplication. Okay, we can just see the solution. അപ്പോൾ നമ്മൾ LHS എന്ന് തുടങ്ങി. sec a into 1 plus sin a into sec a minus tan a. ഇതാണ് നമ്മുടെ പ്രോബ്ലം വരുന്നത്, അതായത് LHS പാർട്ട് വരുന്നത്. ഓക്കെ, ഇതിൽ നമുക്ക് ആകെ ഒരു ചേഞ്ച് വരുത്താൻ പറ്റുന്നത് sec നാണ്
We can just bring a small change in the term ck. That is, we can write 1 by cos A instead of ck. Okay. അതായത് സി കെന് പകരം നമ്മൾ കോസിന്റെ ടേംസിലാക്കി എഴുതാൻ പോവാണ്. അത് മാത്രമേ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് വി ക്യാൻ ജസ്റ്റ് റൈറ്റ് ദ ടാൻ എ ആസ് sin A by cos A. We can just write the whole equation in terms of sin and cos. Okay. നമ്മൾ ഈ തന്നിരിക്കുന്ന ആ LHS പാർട്ടിനെ മൊത്തം സൈനിന്റെയും കോസിന്റെയും ടേംസിലാക്കി എഴുതാൻ പോവാണ്. അപ്പൊ സി കെന് നമ്മൾ എങ്ങനെ എഴുതി ഫസ്റ്റ്? Just we wrote it as 1 by cos A and we wrote the 1 plus sin A as it is and then ck. ഇവിടെ ഒരു ബ്രാക്കറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ. അപ്പോൾ സി കെന് എഴുതിയിരിക്കുന്നത് 1 by cos A again and minus tan A നെ sin A by cos A. Is it clear for you? Okay. ജസ്റ്റ് നമ്മൾ സി കെന് 1 by cos A. സി കെ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് കോസ് അല്ലെ? അതാണ് ഞാൻ അവിടെ എഴുതിയിട്ടുള്ളത്. ഓക്കെ. സോ ടാനിന് sin A by cos A എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതി. ഇനി 1 by cos A into 1 by cos A into 1 plus sin A നമ്മൾ അങ്ങനെ തന്നെ എഴുതി. ഇവിടെ എന്താ ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടേം കണ്ടോ, 1 by cos A മൈനസ് sin A by cos A എന്ന് പറയുന്ന ടേമിന്റെ ശ്രദ്ധിച്ചു നോക്കിയാൽ എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടുന്നുണ്ടോ? എന്താ അതിൽ എന്ത് ചെയ്യാം? വാട്ട് വി ക്യാൻ ഡു ഇൻ ദിസ് സ്റ്റെപ്പ്? യെസ്, ഡിനോമിനേറ്റർ സെയിം ആണ്. 1 by cos A ന്റെ ഡിനോമിനേറ്റർ cos A ആണ്, sin A by cos A ഈ ടേമിന്റെ ഡിനോമിനേറ്റർ cos A ആണ്. സിൻസ് ദ ഡിനോമിനേറ്റർ ഇസ് സെയിം വി ക്യാൻ ഡു ദ ഡയറക്റ്റ് സബ്ട്രാക്ഷൻ. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് എന്ത് എഴുതാം? 1 minus sin A എന്ന് പറഞ്ഞിട്ട് ഡിനോമിനേറ്ററിൽ എഴുതാം. ദ ഹോൾ ഡിവൈഡഡ് ബൈ cos A. ഓക്കെ, അത് എഴുതി. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് റെഡിങ്ങിൽ. അതായത് 1 into 1 plus sin A എന്ന് പറയുന്നത് എന്താ? 1 plus sin A. അപ്പൊ 1 plus sin A whole divided by denominator എഴുതി cos A into ഈ സെക്കൻഡ് ടേം 1 minus sin A by cos A. ഓക്കെ, ക്ലിയർ ആയാലോ എഴുതിയത്? ഇനി ഈ ടേം കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? ജസ്റ്റ് എന്തെങ്കിലും ഐഡന്റിറ്റീസ്, പ്രോപ്പർട്ടീസ് ഞാൻ അവിടെ എഴുതിയിട്ടുണ്ടല്ലോ ക്ലിയർ ആയിട്ട്. ഇനി എളുപ്പത്തിൽ പറയാലോ അല്ലെ? ഓക്കെ. സോ ഇതെന്ന് പറയുന്നത് എന്തിന്റെ ഫോർമുല കിടക്കുന്നത്? a plus b into a minus b which is equal to a square minus b square അല്ലെ? ഇവിടുത്തെ a എന്ന് പറയുന്നത് 1 ഉം b എന്ന് പറയുന്നത് sin A യും. സോ a plus b into a minus a എന്നുള്ള ഫോർമുലയാണ്. സോ 1 plus sin A into 1 minus sin A നമുക്ക് എങ്ങനെ എഴുതാം? 1 square minus sin square A. 1 square 1 തന്നെ ആയതുകൊണ്ടാണ് ഇവിടെ നമ്മൾ സ്പെസിഫിക് ആയിട്ട് എന്തിട്ടില്ല, സ്ക്വയർ ഒന്നും ഇട്ടിട്ടില്ല. ഓക്കെ, അല്ലെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്ക്വയർ ഒക്കെ ഇടാം. നമ്മളത് 1 square 1 ആയതുകൊണ്ട് തന്നെ ഇട്ടില്ല. സോ 1 minus sin square A whole divided by ഡിനോമിനേറ്ററിൽ എന്താണ് അവസ്ഥ? cos A into cos A. So cos A into cos A is cos square A which is equal to, ഇനി നമ്മൾ ഇവിടെ എന്ത് ഐഡന്റിറ്റി യൂസ് ചെയ്തിരിക്കുന്നത്? 1 minus sin square A എങ്ങനെയാണ് cos square A ആയിരിക്കുന്നത് നെക്സ്റ്റ് സ്റ്റെപ്പിൽ? പറഞ്ഞോളൂ. Which identity we had used the? Yes, ഞാൻ sin square എഴുതിയില്ലോ അല്ലേ ഇവിടെ? ഒരു ക്ലൂ കിട്ടിയപ്പോ ഓക്കെ, sin square theta എഴുതിയപ്പോൾ തന്നെ ക്ലിയർ ആയിട്ടുണ്ടാവും. sin square theta plus cos square theta is equal to 1 എന്ന് പറയുന്ന പ്രോപ്പർട്ടിയിൽ നിന്ന് നമുക്ക് എന്ത് പറയാൻ പറ്റും? 1 minus sin square theta എന്ന് പറയുന്നത് എന്താണ്? cos square theta ആണ് എന്ന് പറയാൻ പറ്റും. ഏതാണ് പ്രോപ്പർട്ടി? which is the property we had used here? sin square theta plus cos square theta equal to 1. is very good. Okay. ഓക്കെ, അപ്പൊ നമ്മൾ cos square A എന്ന് പറഞ്ഞിട്ട് എഴുതി. സോ ന്യൂമറേറ്റർ പാർട്ടും ഡിനോമിനേറ്റർ പാർട്ടും എന്തായി? സെയിം ആണ്. cos square A by cos square A. So it will be equal to 1. Is it clear? അതായത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ട, അതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? RHS. So hence proved. I hope that it is clear for you all. Is there any doubts? നമ്മളൊന്നും ചെയ്തിട്ടില്ല. തന്നിട്ടുള്ള സി കെനെ 1 by cos A, കോസൈന്റെ ടേമിൽ എഴുതി, ടാനിന്റെയും സൈനിന്റെയും കോസിന്റെയും അതായത് റേഷ്യോ, അത് നമ്മുടെ ട്രിഗണോമെട്രിക് റേഷ്യോന്റെ ടേംസിൽ എഴുതി. അതിനുശേഷം എന്താ ചെയ്തിരിക്കുന്നത്? ഇവിടെ ജസ്റ്റ് സിമ്പിൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻസും അഡീഷൻ, സെപ്പറേഷൻസ് അങ്ങനത്തെ കുറച്ച് സിമ്പിൾ സ്റ്റെപ്സ് ആണ് ഇവിടെ അപ്ലൈ ചെയ്തിട്ടുള്ളത്. സോ ഇഫ് യു ആർ ഹാവിംഗ് എനി ഡൗട്ട്സ് യു ക്യാൻ ജസ്റ്റ് ക്ലിയർ ഇറ്റ് നൗ. So almost I think the questions are regarding 2023 and we had covered now 2024 and 2023 question papers. That is the most repeated questions. Okay.
ഇതിപ്പോ എക്സാക്ട് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കണമെന്നില്ല, സീക്കിന് പകരം കൊസീക്ക് ആയിട്ട് ചോദിക്കാം നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ. അങ്ങനെ ചെറിയ there will be small changes in the question paper. ഓക്കെ, പക്ഷെ മെത്തേഡ്സ് ഒക്കെ എങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എന്താണ് ഒരു ഉപകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് മെത്തേഡ്സ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇവിടെ. Okay, I hope it is clear for you all. Is it? Okay then. So we had discussed almost 5 to 6 questions, and if you are having any doubts in these questions, you can just clear it now. Okay. So for tomorrow, we will be discussing further questions. That is further question. If you want further questions, we can discuss it. Otherwise, we can just move on to the a specific chapter. Okay. ഏതെങ്കിലും ചാപ്റ്റർ പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഇതിന്റെ ബാക്കി ക്വസ്റ്റ്യൻസ് കൂടി ഇനിയും ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യും. സോ വിൽ ബി മൂവിങ് ഓൺ ടു ദാറ്റ് പാർട്ട്. അതർവൈസ് വിൽ ബി മൂവിങ് ഓൺ ടു എ പെർട്ടിക്കുലർ ചാപ്റ്റർ. ഓക്കെ. ആൻഡ് ഓക്കെ then, thank you. Bye. See you.